ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം മികവുറ്റതെന്ന് കേന്ദ്രം. NIA അന്വേഷിക്കുന്ന കേസുകളിൽ 97.08% പ്രതികളും ശിക്ഷിക്കപ്പെട്ടു. 2020 മുതൽ 2025 വരെ 301 കേസുകളിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. 2025-ൽ 12 കേസുകളിൽ 11-ലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് രാജ്യസഭയെ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം എത്രത്തോളം മികവുറ്റത് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. NIA അന്വേഷിക്കുന്ന കേസുകളിൽ 97% കേസുകളിലുമുള്ള പ്രതികളും ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ആ തെളിവ് സഹിതം സമാഹരിക്കുന്നതിന്റെ ഉദാഹരണമായി മാറുകയല്ലേ? കൃത്യമായ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമായി തെളിവുകളോടുകൂടി തന്നെ പ്രതികൾ പിടിക്കപ്പെടുന്നതും അതനുസരിച്ചുള്ള തുടർ വിചാരണ നടപടികളും ഒക്കെ തന്നെയല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? രോഹിണി, NIA കൺവിക്ഷൻ റേറ്റ് സംബന്ധിച്ച്, അതായത് NIA എടുക്കുന്ന കേസുകളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ച് ആശങ്കയോടുകൂടിയില്ല, അല്ലെങ്കിൽ അതിനെ സംശയാസ്പദമായി നോക്കിക്കാണുന്ന പ്രതികരണങ്ങളും പ്രസ്താവനകളും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭീകരവാദ ബന്ധമുള്ള കേസുകൾ, ഇവിടെ ഇത്തരം കേസുകളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക നിരീക്ഷണം നടത്തി അതിനുശേഷം NIA ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന കേസുകളിലാണ് NIA അന്വേഷണം നടത്തുകയും അന്വേഷണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഉള്ള NIA അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസിയെ സർക്കാർ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് NIA അന്വേഷിക്കുന്ന കേസുകളിൽ 98% അല്ലെങ്കിൽ 97% മുകളിൽ കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു. വളരെ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നു. മറ്റ് ഏജൻസികൾ, അത് സംസ്ഥാന പോലീസ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധിക്കുമ്പോൾ പോലീസ് അന്വേഷിക്കുന്ന കേസുകളിൽ വിചാരണ നടപടികൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നതും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതുമെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. പക്ഷേ NIA അന്വേഷിക്കുന്ന കേസുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 2020 മുതൽ 2025 വരെ മാത്രം 301 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ 2025-ലെ ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ NIA അന്വേഷിച്ച 12 കേസുകളിലാണ് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. അതിൽ 11 കേസുകളിലും കുറ്റവാളികൾ അല്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതായത് 97% മുകളിലാണ് കൺവിക്ഷൻ റേറ്റ് വരുന്നത്. കൂടാതെ 2020-ൽ 8 കേസുകളിൽ 8-ലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. 100% പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന നിരക്ക് വന്നിട്ടുള്ളത്. 2021-ൽ 16 കേസുകളിൽ 16-ലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. 2022-ൽ 32-ൽ 31 കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. 23-ൽ 18-ൽ 17 കേസ്, 2024-ൽ 17-ൽ 17 കേസ്, 100% എന്നിങ്ങനെയാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ട കേസിന്റെ നിരക്ക് NIA അന്വേഷിക്കുന്ന കേസുകളിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ 2020 മുതൽ 2025 വരെ 301 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച്, രാഷ്ട്ര സുരക്ഷ സംബന്ധിച്ചും ഭീകരവാദ കേസുകൾ സംബന്ധിച്ചും ഗൗരവമുള്ള വിഷയങ്ങളിലുമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ നിയമത്തിനും കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ആ കേസും അന്വേഷണം നടത്തുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസിയുടെ മികവുറ്റ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികളെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, പ്രതികൾക്ക് സഹായം നൽകിയിട്ടുള്ള പ്രാദേശികരായിട്ടുള്ള ആളുകൾ, ഇവരെയെല്ലാം നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിരുന്നു. അത്തരത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA മുൻപോട്ട് കൊണ്ടുപോകുന്ന കേസുകളിൽ 97% മുകളിൽ കേസുകളിലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയാണ് ഈ വിവരങ്ങൾ, വിശദാംശങ്ങൾ പാർലമെന്റിന് മുൻപിലേക്ക്, രാജ്യസഭയ്ക്ക് മുൻപിലേക്ക് കൊണ്ടുവരികയും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ NIA രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നുവെന്നും NIA ഏറ്റെടുക്കുന്ന കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.